അപ്പൊ 10 വർഷം കൊണ്ട് കേരളം മാറിയതെന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയും അവരുടെ മടിയിലെ ഈ കനം മറച്ചു വെക്കാൻ വേണ്ടിയും ഡീലെന്നുള്ള ഒരു അപസർപ്പക കഥയുമായിട്ട് അവർ രംഗത്തേക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ പറയുന്നത്, ഈ ഡീലുകളുടെ പരമ്പര. ഏതാനും ദിവസം മുമ്പ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നിരവധി സംസ്ഥാനങ്ങൾ, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എത്ര കോൺഗ്രസ് എംഎൽഎമാരോട് കൂറുമാറിയത് നോക്കട്ടെ, ഇവരോട് ചോദിക്കട്ടെ. സലിം ഇവർക്കെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലയോ? നോക്കട്ടെ, എത്ര കോൺഗ്രസ് എംഎൽഎമാരാ കൂറുമാറിയത്? 5 ചേച്ചി എത്രയാണ്? അതിവിടെ ചേച്ചിക്ക് ഒരു കസേര കൊടുക്കാതിരിക്കുന്നത്. എത്ര പേറി? 10. ആരാ 10 പറഞ്ഞത്? എന്തോടെ പേര്? റഫീഖ് ഭായി 10 അല്ലേ? ഇനി ആർക്കെങ്കിലും ഉണ്ടാ? എത്ര? 11. എഴുന്നേറ്റേക്ക്, കൈ അടിക്ക്, സവാഷ്. 11. റഫീഖെ, നിങ്ങളെക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ. എന്താ പേര്? നൗഷാദെ. ഈ പൊതുയോഗം കഴിഞ്ഞ് നൗഷാദിന് നമ്മുടെ സലീം ഭായിയുടെ വക ഒരു സമ്മാനം ഉണ്ടാവും, കൊടുത്തേക്കണം കേട്ടോ. 11. ബീഹാറിലെ 3, ഒറീസയില് 3, 6, ഹരിയാനയിൽ 5. പക്ഷെ അവിടെ വേറൊന്നും കൂടി ഉണ്ട്. ഹരിയാനയിൽ 5 പേര് കൂടാതെ വേറൊരു 4 പേര് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ട് തെറ്റായി വോട്ട് ചെയ്തു. അങ്ങനെ വരുവാണെങ്കിൽ 11, 4, 15 കണക്ക്. പക്ഷെ 11 എടുത്താൽ മതി. ഇപ്പൊ നൗഷാദ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതങ്ങ് എടുക്കാം. 4 പേര് തെറ്റായി വോട്ട് ചെയ്തു. 11 എംഎൽഎമാരെ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്ന് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടി ഇടതുപക്ഷത്തിന് സാരോപദേശം നൽകണമെങ്കിൽ ഇവർക്ക് ചെറിയ ഉളുപ്പാണോ നൗഷാദെ? ആണോ? ചില്ലറ എന്തെങ്കിലും ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാൻ തോന്നും. 11 എംഎൽഎമാർ, 11 എംഎൽഎമാരെ മാറ്റിക്കൊണ്ട് എന്താ ഗുണം കിട്ടിയത് അവർക്ക്? 2 എംപിമാരെ അധികമായിട്ട് ബിജെപിക്ക് സമ്മാനിച്ചു. നമ്മൾ ചെറിയ പാർട്ടിയാണ്, കേരളത്തിലാണ് പ്രധാനപ്പെട്ട പാർട്ടി. പക്ഷെ എല്ലായിടത്തും നമ്മൾ കുറേശ്ശൊക്കെ ഉണ്ട്. ബീഹാറിൽ നമുക്കൊരു എംഎൽഎ ഉണ്ട്. ആ എംഎൽഎനെ ഒരു കോൺഗ്രസ് നേതാവും ബിജെപി നേതാവും കൂടെ ഒരുമിച്ച് സമീപിച്ചു. ഇത് കേൾക്കണം കേട്ടാ നൗഷാദെ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടൊന്നും വലിയ മേന്മയില്ലാത്ത ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത്? നിങ്ങൾ മാറുകയാണെങ്കിൽ 25 കോടി രൂപ ആട്ടിപ്പായിച്ചു ഈ കോൺഗ്രസ് നേതാവിനെ ബിജെപി നേതാവിനെ. 20-25 കോടി രൂപ മേടിച്ച് പോക്കലിട്ടിട്ട് ബിജെപി എംപിയെ വിജയിപ്പിച്ചിട്ട് ആ എംഎൽഎമാർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുക്കാൻ കരുത്തില്ലാതെ കെൽപ്പില്ലാതെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിന് സാരോപദേശം നൽകുന്ന ഇവരെ എന്താണ് വിളിക്കേണ്ടത്? ചെറിയ തൊലിക്കെട്ടിയൊന്നും പോരാ ഇവർക്ക്. നോക്കുക, അസാമില് നമ്മോടൊപ്പം തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനം ആസാമില് 9-ാം തീയതി അസാമില് കോൺഗ്രസിന് 3 എംപിമാരാണുള്ളത്. ആ 3 എംപിമാരില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എംപി എന്ന് പറയുന്ന പ്രദ്യുത് ബോർദോലോയ് എന്ന് പറഞ്ഞ ആളാണ്. പ്രദ്യുത് ബോർദോലോയ് തെരഞ്ഞെടുപ്പെല്ലാം പ്രഖ്യാപിച്ച് പ്രചരണവുമായിട്ട് മുമ്പോട്ട് പോകുന്ന നിമിഷം അദ്ദേഹം ബിജെപിയിലേക്ക് കയറുന്നു. അവരുടെ മുൻ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കെ സുധാകരന്റെ ഒക്കെ ഒരു ഗർവുള്ള ആ ഒരു സ്ഥാനമുള്ള കെ സുധാകരൻ ഇപ്പൊ അടങ്ങിയിരിക്കുകയാണ്. എത്ര കാലം അടങ്ങിയിരിക്കും? പറ, എന്താ പേരെന്താ? കമാൽ ഭായി എത്ര കാലം അടങ്ങിയിരിക്കും മൂപ്പർ? പറയാൻ പറ്റില്ല. ആ, കസേര ഉറച്ചിരിപ്പുണ്ടല്ലോ അല്ലേ? കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പത്രക്കാരോട് പറഞ്ഞു, നമ്മുടെ കണ്ണൂർ ഭാഷ, നമ്മുടെ ഉല്ലേക്ക് കണ്ണൂരുകാരനാ, ആനക്കൻ മന്ത്രിയൊന്നും ആകേണ്ട കാര്യമില്ല, മാണ്ട, മതിയായി എന്ന് പറഞ്ഞു. എപ്പോഴാണ്
തല ഉയർത്തുന്നു പറയാൻ കഴിയില്ല. ബി ജെ പിക്ക് ഒരു 2-3 MLA-മാരെ കിട്ടിയ സുധാകരൻ അവരുടെ നേതാവാകും. തോന്നുമ്പോ പോകും. ഞാൻ ബി ജെ പി പോകും. ആരാണ് ചോദിക്കാനുള്ളത്? എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ബി ജെ പി ചേരും. അതുപോലെ സുധാകരനെ പോലെ തന്നെ സുധാകരന്റെ പദവിയുള്ള ഭൂപൻ ബേറ എന്ന് പറഞ്ഞ അവരുടെ PCC അധ്യക്ഷനും ചേർന്നു. പക്ഷെ അതല്ല എന്റെ രസം. ഈ പ്രദ്യുത് ബോർദോളി എന്ന് പറഞ്ഞ ലോകസഭ MP BJP ചേരുന്നതിന്റെ തൊട്ട് വൈകുന്നേരം ചേരുന്നു. രാവിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ചായ കുടിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹ ശിരസ്സുകൾ ആശംസ വാങ്ങി സന്തോഷത്തോടെയാണ് BJP-യിലേക്ക് പോയത്. എനിക്ക് ബലമായ സംശയമുണ്ട് മൂപ്പർ വിട്ടതാണെന്ന് അങ്ങോട്ട്. ഈ കോൺഗ്രസ്സുകാർക്കൊരു പരിപാടിയുണ്ട്. അവര് ചില ആൾക്കാരെ അങ്ങ് പറഞ്ഞു വിടല.